ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ ഗ്രാമീണ നഗരം എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പാലക്കാട് പോകുന്നത്. പോകുന്നതിന് മുന്നായി വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നതിൻ്റെ തിരക്കിലാണ് പോളു. അപ്പോൾ നമ്മളൊരു വൈകുന്നേര സമയത്തോടു കൂടിയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എവിടെയും ഇറങ്ങണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ വണ്ടി എടുക്കുന്നത് തന്നെ. എന്നാന്ന് വെച്ചാൽ വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് കുറച്ച് വൈകും എന്നുള്ളത് കൊണ്ട് നമ്മൾ എവിടെയും ഇറങ്ങിയില്ല. അപ്പം നമ്മൾ കുതിരാൻ തുരങ്കം വഴിയാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, 2021 സ്റ്റാർട്ട് ചെയ്ത തുരങ്കമാണ്. അപ്പം ഞാനിതിലൂടെ ഫസ്റ്റ് ടൈമാണ് ഈ ടണൽ വഴി പോണത്. ഇതൊരു 6 വരി തുരങ്കമാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തോടെ യാത്ര ചെയ്യാൻ. പിന്നെ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇച്ചിരി വയ്യായികയുള്ള ഒരാളാണ്. അപ്പോൾ കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് ഇറങ്ങിയ പടം നമ്മളൊരു കാഴ്ച കണ്ടു. ഇത് കണ്ട മയിൽ. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ സർവ്വസാധാരണമായിട്ട് മയിലൊക്കെ വരാറുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾക്കിത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നത്. ഒരു വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ മയിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പം ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ അത്ര ക്ലിയറായിട്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വരുന്ന വഴി ലുലു മാള് കണ്ടു. അപ്പോൾ നമ്മൾ സാധാരണ എറണാകുളം പോകുമ്പോഴായിരിക്കും ലുലു മാള് എല്ലാവരും കയറിയിട്ടുണ്ടാവുക. അപ്പോൾ പാലക്കാട് ജില്ലയിലെ ലുലു മാൾ എങ്ങനെയുണ്ടെന്ന് കാണാമെന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ ഒന്ന് കയറി. അപ്പം അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് കുറച്ച് ടയേർഡ്നെസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീൽ ചെയർ കരുതി. എന്നുവെച്ചാൽ അത്രയും നടക്കുമ്പോഴത്തേക്കിനും കുറച്ച് മടുക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ കംഫർട്ടബിളായിട്ട് അതിലൂടെയൊക്കെ പോയി എല്ലായിടവും കണ്ടു. അപ്പം നമ്മുടെ എറണാകുളത്തെ അപേക്ഷിച്ച് പാലക്കാട് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ്. നമ്മുടെ എറണാകുളത്തിൻ്റെ അത്രയും ഇല്ലെങ്കിലും അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ലായിരുന്നത് കൊണ്ട് നമ്മൾ പർച്ചേസിംഗ് ഒന്നും നടത്തിയില്ല. ഷോപ്പിങ്ങിന് അപേക്ഷിച്ച് നമ്മൾ ജസ്റ്റ് ഒരു 1-2 കാർപ്പറ്റ്സ് മാത്രമാണ് മേടിച്ചത്. വേറെ ഒന്നും തന്നെ മേടിച്ചില്ല. ഒത്തിരിയും ഷോപ്പുകളുണ്ട് പറയാനാണെങ്കിൽ. പിള്ളേർക്കാണെങ്കിലും അതും ഇതും കളിപ്പാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അതൊക്കെ മേടിക്കണം എന്നായി. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതായതുകൊണ്ട് നമ്മൾ ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ചില്ല. പിന്നെ പിള്ളേരുടെ ആ സെക്ഷനിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എല്ലാവരും ആ വഴി ഈ വഴി പരതി. അപ്പോഴേക്ക് സമയം ഒത്തിരി വൈകിയിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും റൂം എടുത്തെങ്കിലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഒന്നും അത്ര പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് അന്വേഷിക്കണം. അപ്പോൾ അതിനൊക്കെ ടൈം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ലുലു മാളിൻ്റെ ആ പരിസരമൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഇതാണ് ഇവിടുത്തെ ലുലു മാള്. അപ്പോൾ ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ വരുന്നത് ഈ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മൾ ഗ്രൗണ്ടിലോട്ടൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഫ്രണ്ടിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഇതിപ്പം നമ്മൾ 3rd ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പം താഴെ നിന്നുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ സ്റ്റോറൊക്കെ കുറച്ചൊന്ന് നോക്കി, എല്ലാം പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങ് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഒരു 2-3 സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കുട്ടികളുടെ. അപ്പം കരോളും പോളും ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോയി നിൽപ്പായി. അപ്പം ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ടോയ്സിൻ്റെ സെക്ഷനായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോളും കരോളും ഏതെടുക്കണം എന്നുള്ളൊരു തത്രപ്പാടിലായിരുന്നു. അപ്പം അവർ രണ്ടുപേരും സെലക്ട് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലോട്ട് പോയി. അപ്പം നീക്കുട്ടിയാണേലും അവിടെ പുതിയതായിട്ട് കാണുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെന്ന് നോക്കുകയും കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല എന്താ പറയുക, ഹോം ഡെക്കോറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വെള്ളമൊക്കെ ഒഴുകുന്ന ഈ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. റേറ്റും അത്രയും റേറ്റൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും വിശന്നത് കൊണ്ട് വൈകുന്നേരത്തെ ഫുഡ് അവിടെ നിന്ന് തന്നെ ആക്കി. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മൾ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ബൈ, ടേക്ക് കെയർ.